മോർണിംഗ് വണ്ടി എടുത്തിട്ട് പോകും അല്ലെങ്കിൽ ഒരു മഴയത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വിൻഡ് സ്ക്രീനിൽ കുറെ മഞ്ഞ് ഒരു ഫോഗി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവാറുണ്ടല്ലോ. അതിന്റെ റീസൺ എന്താണ്? നമുക്ക് എങ്ങനെ അത് മാറ്റാം? അതായത് നിങ്ങൾക്കറിയാം, ഒരു ജലത്തിന്റെ അംശം ഒരു പാട പോലെ രൂപപ്പെടുന്നതാണ് ഒരു ഫോഗായിട്ട് വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ വരാം. വിൻഷീൽഡിന്റെ അകത്ത് ഫോഗ് വരാം, അതുപോലെ തന്നെ വിൻഷീൽഡിന്റെ പുറത്തും ഫോഗ് വരാം. അപ്പൊ നിങ്ങളറിയാം, ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും ഈർപ്പം വരുന്ന കണ്ടല്ലേ? അതെന്തുകൊണ്ടാണ്? ഗ്ലാസിന്റെ ഉള്ളിൽ തണുപ്പുള്ള കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാബിനില് പുറത്തെ ടെമ്പറേച്ചർ കൂടുതൽ തണുപ്പായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പുറത്തുള്ള എയർ വന്ന് ഗ്ലാസ്സിലടിക്കും. ഗ്ലാസ്സിൽ എന്തായും? ഓട്ടോമാറ്റിക് ആ എയറിലുള്ള ഈർപ്പം അതിൽ പറ്റിപ്പിടിക്കും. അതാണ് ഫോഗായിട്ട് രൂപപ്പെടുന്നത്. നേരെ തിരിച്ചുള്ള ഒരു പ്രതിഭാസമാണ്. പുറത്തെ എയർ നമ്മളെ ഇൻസൈഡ് എയറിനേക്കാൾ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ ഇൻസൈഡിലുള്ള ടെമ്പറേച്ചറിലുള്ള ഈർപ്പം പോയിട്ട് ഇൻസൈഡിൽ, അതായത് വിൻഷീൽഡിന്റെ ഉള്ളിൽ പിടിക്കും. അപ്പൊ ഇതും നമുക്ക് എന്താണ് ഒരു പ്രശ്നമാണ്. ഡ്രൈവറെ സംബന്ധിച്ച് ഇത് രണ്ടും പ്രശ്നമാണ്. വിൻഷീൽഡ് എപ്പോഴും എന്തായിരിക്കണം? ക്ലീൻ ആയിട്ടിരിക്കണം. അത് നമുക്ക് മെയിനായിട്ട് നമ്മൾ AC ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, AC-ലുള്ള സ്വിച്ചുകൾ, അതായത് ഇതിന്റെ ഫ്രണ്ടിലെ ഫോഗ് നമുക്ക് നീക്കം ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താവും? ഈ AC വർക്ക് ചെയ്യുന്ന ഡയറക്ഷൻ ഓട്ടോമാറ്റിക് എന്താവും? വിൻഷീൽഡിലേക്ക് പോകും. അപ്പൊ ഈ ഗ്യാപ്പ് വഴി എയർ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ ഫോഗ് എല്ലാം റിമൂവ് ചെയ്യും. അതായത് ഇതിനെ തണുപ്പിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോഗ് നഷ്ടപ്പെടും. പിന്നെ ഉള്ളത് അതുപോലെ തന്നെ റിയറിലെ ഫോഗും റിയറിലെ സ്ക്രീൻ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അത് ഫുള്ള് നനഞ്ഞിരിക്കുന്നത് കാണാം. അതുപോലെ ഇത് റിയറിലെ ഫോഗ് ഒഴിവാക്കാനാണ്. റിയറിലെ സ്ക്രീനിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സ്ട്രിപ്പ്, മെറ്റലിന്റെ സ്ട്രിപ്പ് കൊടുത്തിരിക്കുകയാണ്. ആ സ്ട്രിപ്പ് വഴി എന്ത് ചെയ്യും? വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ ആ സ്ട്രിപ്പ് ചൂടാവും, ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലാസ് ചൂടാവും. അപ്പോൾ അങ്ങനെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മൾ AC ഓൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 മോഡാണ് വരുന്നത്. അതിൽ ഫ്രഷ് എയർ മോഡ് ഉണ്ട്, അതുപോലെ തന്നെ റീസർക്കുലേഷൻ മോഡ് ഉണ്ട്. അപ്പോൾ തണുപ്പുള്ള അവസ്ഥയിലാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം? നമുക്ക് ഈ ഫ്രഷ് എയർ മോഡ് മാറ്റിയിടാം. എന്നിട്ട് ഫ്രഷ് എയറിൽ നിന്നുള്ള എയർ എടുക്കുമ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസം എന്ത് ചെയ്യും? ഈ ഫോഗ് വരുന്നത് കൂടുതൽ ഒഴിവാക്കി കിട്ടും. പിന്നെ ഇത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. കണ്ടോ? അപ്പ് റെഡിലേക്ക് പോകുമ്പോൾ അത് ടെമ്പറേച്ചർ കൂടും, ഇത് താന്നു വരും. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫോഗ് ഒഴിവാക്കാനുള്ള ചെയ്യാൻ പറ്റും.